സർ, വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് അത് പ്രവൃത്തിയിലൂടെ നടപ്പിലാക്കാനുള്ളതാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു. ഞങ്ങളുടെ രണ്ടാം പിണറായി സർക്കാർ തെളിയിച്ചു എന്നാണ് CPM അവകാശപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നതും ജനകീയ ബദൽ വികസന മാതൃക എന്നുള്ള ഒരു വാക്കാണ്. യഥാർത്ഥത്തിൽ അതുതന്നെയാണോ CPM-ന്റെ നയം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ പ്രദീപ് സാർ എങ്ങനെ വിലയിരുത്തും? എന്തായിരിക്കാം CPM-ന്റെ കേരള ബദൽ നയം? തെരഞ്ഞെടുപ്പിന്റെ കേരള ഘട്ടം കഴിഞ്ഞാൽ ബംഗാളിലെ രണ്ടോ മൂന്നോ ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 9 കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും ബംഗാളിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമോ എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം ഉന്നയിക്കട്ടെ. കാരണം ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ബദൽ. എന്റെ സർക്കാരാണ് നടപ്പിലാക്കിയ ബദൽ നയങ്ങളാണ് ബൂർഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഭരണ രീതിയാണ് നിങ്ങൾ അനുവർത്തിക്കേണ്ടത്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, ഇതാണ് കേരള ബദൽ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ ബാധ്യസ്ഥരാണ് ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി. കാരണം പാർട്ടി സെക്രട്ടറി ബേബി വളരെ അഭിമാനപൂർവ്വം പറയുകയുണ്ടായി, കേരള ബദൽ ആണ് ഇന്ത്യയുടെ രക്ഷാമാർഗം എന്ന്. സത്യം പറഞ്ഞാൽ എന്താണ് കേരള ബദൽ? ഒരു കേരള ബദൽ ഉണ്ടായിരുന്നു. അത് 1957 ലോകത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ സാമൂഹിക ഘടന മുഴുവൻ മാറ്റി എഴുതിയ ഭൂപരിഷ്കരണ നിയമം വന്നു, വിദ്യാഭ്യാസ ബില്ല് വന്നു. അങ്ങനെ വിപ്ലവകരമായ നിയമങ്ങൾ കേരളത്തിന്റെ സമൂഹത്തിന്റെ തന്നെ സ്ട്രക്ചർ മാറ്റി എഴുതി, സ്റ്റാറ്റസ് കോ മാറ്റി എഴുതി. അതിനുശേഷം അതിന് പിന്തുടർച്ച ഉണ്ടായത് അച്യുതൻ മന്ത്രിസഭയുടെ കാലത്താണ്. 67 EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭയുടെ കാലത്തും ഉണ്ടായി. പിന്നീട് മൗലികമായ ചില മാറ്റങ്ങൾ ഉണ്ടായത് ജനകീയ ആസൂത്രണമാണ്. അത് കഴിഞ്ഞ് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ്. പക്ഷെ ഇപ്പോഴുള്ള സർക്കാരുകൾ ഒരു സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുടർച്ചയാണ് അടുത്ത സർക്കാർ. ബദൽ മാതൃകകൾ ഇല്ല എന്നല്ല, തൊട്ടടുത്ത സംസ്ഥാനമായ അവിടെ ഭരിച്ചിരുന്നത് ദ്രാവിഡ കക്ഷികളാണ്. ഇപ്പോൾ ഉള്ളത് സ്റ്റാലിനാണ്. സ്റ്റാലിൻ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കൂ. അവിടെ ജാതി നാമങ്ങൾ പേറുന്ന മുഴുവൻ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരുകളും അദ്ദേഹം പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റി, ജാതി നാമങ്ങൾ മാറ്റി. ജാതി നാമങ്ങളുള്ള ഹോസ്റ്റലുകൾ തുടങ്ങിയവയ്ക്ക് ആ നാമങ്ങൾ പേരുകൾ മാറ്റി. സ്ത്രീ പുരോഹിതരെ സർക്കാർ ക്ഷേത്രങ്ങളിൽ നിയമിച്ചു. അതൊരു സാമൂഹിക ഘടന മാറ്റി എഴുതുന്ന വിപ്ലവകരമായ നിയമമാണ്. കേരളത്തിലെ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഒരു ബദൽ നയം സ്വീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷയായി ഒരു സ്ത്രീയെ നിയമിച്ചില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രം കാര്യമല്ല, ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ദേവസ്വം ബോർഡിന്റെയും അധ്യക്ഷയായി ഒരു സ്ത്രീയെ നിയമിച്ചില്ല. ഞാൻ അന്നൊരു ഫേസ്ബുക്ക് പേജിൽ ചോദിച്ചിരുന്നു, ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ജാനുവിനെ നിയമിക്കണം എന്നല്ല, ഒരു ആദിവാസി ജനവിഭാഗത്തിൽ നിന്ന് വരുന്ന സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ദളിത് ജനവിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയെ ദേവസ്വം ബോർഡുകളുടെ അധ്യക്ഷയായി എന്തുകൊണ്ട് നിയമിക്കുന്നില്ല? നമ്മൾ വേറൊരു കാര്യം എടുക്കുക. കേരളത്തിൽ ഇന്നേവരെ CPM ഏതെങ്കിലും ഒരു സംവരണ മണ്ഡലത്തിൽ, അത് അസംബ്ലിയിലായാലും ലോക്സഭയിലായാലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടോ? കോൺഗ്രസ് നിർത്തിയിട്ടുണ്ട്. അത് K കുഞ്ഞുമ്പുവിനെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നിർത്തുക മാത്രമല്ല, ജയിപ്പിക്കുക കൂടി ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പോലും KR നാരായണനെ ഒറ്റപ്പാലം സംവരണ മണ്ഡലത്തിലാണ് നിർത്തിയത്. എന്തുകൊണ്ട് K രാധാകൃഷ്ണനെ പാലക്കാടോ തൃശ്ശൂരോ തിരുവനന്തപുരത്തോ മത്സരിപ്പിക്കുന്നില്ല? നിങ്ങൾക്ക് BSP സ്ഥാപകൻ കൻഷിറാമിനെ ഓർമ്മയുണ്ടോ? നിങ്ങളൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുഴുവനും വർഗീയ അല്ലെങ്കിൽ ബൂർഷ പാർട്ടി എന്നൊക്കെ ആക്ഷേപിക്കുന്ന പാർട്ടിയുടെ സ്ഥാപകനാണ്. സെക്ടേറിയൻ പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് കൻഷിറാം. കൻഷിറാം ഒരു കാലത്തും പൊതുമണ്ഡലത്തിലല്ലാതെ സംവരണ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം പൊതുമണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത്. അയോധ്യയിൽ കഴിഞ്ഞ ആ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ SP-യുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചത് ഒരു യാദവനല്ല, അതൊരു ദളിതൻ ആയിരുന്നു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്ന ഉത്തർപ്രദേശിൽ എത്രയോ തവണ മായാവതി മുഖ്യമന്ത്രിയായി. ബൂർഷ വർഗീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇന്ന് നിങ്ങൾ ആരോപിക്കുന്ന BJP അല്ലേ ആദ്യമായി ഒരു 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 ഗിരിവർഗ ഒരു ആദിവാസി വനിതയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കിയത്? മറ്റൊരു ബൂർഷ രാഷ്ട്രീയ പാർട്ടിയല്ലേ KR നാരായണനെ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും ആക്കിയിട്ടുള്ളത്? എന്ത് പ്രവർത്തന മാതൃകയാണ് ഇക്കാര്യത്തിൽ? സാമൂഹിക ക്രമത്തിന്റെ അടിത്തറ മുഴുവനും അതിന്റെ സ്ട്രക്ചർ മുഴുവനും മാറ്റി എഴുതുന്ന എന്ത് നടപടികളാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരുകൾ കൈക്കൊണ്ടിട്ടുള്ളത്? ഇപ്പോഴത്തെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അവർ ചെയ്യും എന്ന് എനിക്ക് ഉദ്ദേശവും ഇല്ല. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പൊതുമണ്ഡലത്തിൽ നിർത്തി മാതൃക കാണിക്കാൻ. കാലം കടന്നു പോവുകയാണ്. ഇവരൊക്കെ ബൂർഷ പാർട്ടികളൊക്കെ കാണിച്ചിട്ടുള്ള മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. ദ്രാവിഡ കക്ഷികൾ കാണിച്ചിട്ടുള്ള മാതൃകകൾ മുന്നിലുണ്ട്. ഗുജറാത്തിലെ ഒരു ഹിന്ദുത്വ അജണ്ട, അദ്ദേഹം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ ഹിന്ദുത്വ അജണ്ടയുടെ ബലത്തിലാണ് നരേന്ദ്രമോദി BJP രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിൽ എത്തുന്നത്. സംഘപരിവാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്തത്. അത് മോഡൽ തെറ്റാകാം, ശരിയാകാം, പക്ഷെ അതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മാതൃക. ഡൽഹിയിൽ ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പരിപാടികളുമായാണ് അത് അതിന്റെ വിജയം കാണിച്ചിട്ടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചെടുക്കുകയും ഗുജറാത്തിലെ മുഖ്യ പ്രതിപക്ഷമായി വളരുകയും ചെയ്തിട്ടുള്ളത്. ഇത് പല സംസ്ഥാനങ്ങളിലും, UP-യിലും പല സംസ്ഥാനങ്ങളിലും, UP-യിൽ ഇപ്പം വളരെ ആക്റ്റീവാണ്, ആസാമിൽ ആക്റ്റീവാണ്, ഗോവയിൽ ആക്റ്റീവാണ്. അതെല്ലാം മാതൃകയായിട്ടുള്ളത് ഡൽഹിയിലും പിന്നീട് പഞ്ചാബിലും നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതികളാണ്. കേരളത്തിലെ CPM-ന് എന്ത് മാതൃകയാണുള്ളത്? അടുത്ത കാലത്ത് 57-ലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ കുറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നതൊക്കെ ശരിയാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. നിങ്ങൾ 34 വർഷം ഭരിച്ച, അത് ജനാധിപത്യ പാർട്ടികളുടെ കൺവെൻഷൻ ഏതുമില്ല, ഇടതുപക്ഷ പാർട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഇടതു മുന്നണിയാണ് 34 വർഷം ബംഗാൾ ഭരിച്ചത്. ഇപ്പോൾ ബംഗാളിൽ അസംബ്ലിയിൽ ഒരാളില്ല, ലോക്സഭയിൽ ഒരാളില്ല, രാജ്യസഭയിലും ഒരാളില്ല. ഉയർത്തിക്കാണിക്കാൻ ഒരു ബംഗാൾ മാതൃകയുമില്ല. ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്ന പോലെ പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്നല്ല, ബംഗാളിനെ കുറിച്ച്, ഞങ്ങൾ ഭരിച്ച 34 വർഷം ഭരിച്ച ബംഗാളിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, ദശാബ്ദങ്ങൾ ഭരിച്ച ത്രിപുരയെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. കാര്യം ഒരു പ്രവർത്തന മാതൃകയും ഒരു ബദൽ മാതൃകയും മുന്നോട്ട് വെച്ചിട്ടില്ല. ചരിത്രം അതാണ്, കേരളത്തിലെ ചരിത്രം അതാണ്. ഇനി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പദ്ധതികളൊന്നായി പറയുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. അതൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആണ്, PPP പ്രൊജക്റ്റ് ആണ്. അതിന്റെ നടത്തിപ്പ് അദാനി പോർട്ടിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിന്റെ ചെലവ് 8,867 കോടി രൂപ. വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരള ഗവൺമെന്റ് ചെലവാക്കിയത് 5,595 കോടി രൂപയാണ്. മൊത്തം ചെലവ് 8,887 കോടി രൂപ. അദാനി പോർട്ട് ചെലവാക്കിയത് 2,454 കോടി രൂപ മാത്രം. കേന്ദ്രം 817 കോടി രൂപ. പക്ഷെ അതിൽ നിന്നുള്ള വരുമാനമോ 2033 വരെ കേരള സർക്കാരിന് 1 രൂപ പോലും അതിൽ നിന്ന് വരുമാനം ലഭിക്കില്ല. 2034 വരുമാനത്തിന്റെ 1%, അങ്ങനെ ഓരോ വർഷം കൂടുമ്പോഴും 1% വീതം, അങ്ങനെ 40 വർഷം കഴിയുമ്പോൾ 40% മാത്രമാണ് കേരള സർക്കാരിന് കിട്ടുന്ന വരുമാനം. ഇതിന്റെ കാലാവധി വേണമെങ്കിൽ 20 വർഷം കൂടി നീട്ടാം. അപ്പം മെച്ചമാർക്കാണ് ഇത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്നാണ് ഇടതുപക്ഷം അഭിമാനിക്കുന്നത്. ഇതാണോ ബദൽ പദ്ധതി? ഇത് സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ഒട്ടേറെ സ്വകാര്യവൽക്കരണം, അവർക്ക് ഗുണമുണ്ടാക്കുന്ന പദ്ധതികൾ മുഴുവനും സ്വകാര്യ വ്യക്തികൾക്കും കുത്തക സ്ഥാപനങ്ങൾക്കും ഗുണമുണ്ടാക്കുന്ന പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിനോ കേരള സർക്കാരിനോ വലിയ പൊതുമുതൽ ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 8,877 കോടി രൂപയിൽ 5,595 കോടി രൂപയും അനുബന്ധ വികസനത്തിനായി 1,000 കോടി രൂപയും മുടക്കിയ സർക്കാരിന് ഈ പദ്ധതിയിൽ നിന്നും 2033 വരെ ഒരു നയാ പൈസ പോലും വരുമാനമില്ല. ഇത് ആരെ പുഷ്ടിപ്പെടുത്താനാണ്? ഇതൊന്നും ബദൽ നയമല്ല.
ഒരു കാരണവശാലും ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്തരം നയങ്ങളെ പിന്തുടരുകയും കാട്ടുകയും ചെയ്യാൻ പാടില്ല. ചെയ്യുന്നത് ആത്മഹത്യാപരമാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.